ഫ്ലാറ്റിലെ ജീവിതമൊക്കെ എങ്ങനെയാ? സുഖാണോ? ഫ്ലാറ്റോ? ഏത് ഫ്ലാറ്റ്? അല്ല, ഇവൻ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ദിവ്യ ഏതോ ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നാ. ഇയാൾ എന്നെ അന്വേഷിച്ചു വരാനോ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഇന്ന് വരെ വന്നിട്ടില്ല സർ. ഒരു മാസം ഈ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ സന്തോഷത്തോടെ ഇവന് സ്റ്റേറ്റ്സിലേക്ക് പോവാലോ. പക്ഷേ ഇവൻ അമേരിക്കയ്ക്ക് പറക്കണോ വേണ്ടിയോന്ന് ഞങ്ങള് തീരുമാനിക്കും. ചിറകിന് കുരുക്ക് വീണ പിന്നെ പറക്കാൻ പറ്റില്ലല്ലോ. മതിയടാ പെരട്ടിയത്. നീയൊക്കെ പേടിപ്പിച്ചാലേ അങ്ങനെ പേടിക്കുന്നവരല്ല ഈ അംബികയും മോനും. അതെ, നിങ്ങളുടെ പ്രതാപകാലമൊക്കെ കഴിഞ്ഞു അംബികേച്ചി. ഇനി വല്ലയിടത്തൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കേ. അങ്ങനെയാണെങ്കിൽ അടിച്ചു നനച്ച് കുളിച്ച് 4 നേരം ആഹാരവും കഴിച്ച് സുഖമായിട്ടൊക്കെ ജീവിക്കാം. എടി, അങ്ങനെയൊന്നും നീ എന്നെ ഇരുത്താൻ നോക്കണ്ടടി. എനിക്കിട്ട് എന്തെങ്കിലും ചെയ്താലേ അത് ബൂമറാങ് പോലെ തിരിച്ചു വരും. എന്ത് റാങ്ക്? റാങ്ക് അല്ല, ബൂമറാങ്. ദേ വരുന്നുണ്ട് ബൂമറാങ്. മനസ്സിലായില്ലേ? ഇതാണ് ദിവ്യ ദീപക്. ദീപകിന്റെ റെക്കോർഡിക്കലായ ഭാര്യ. സംശയിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതാ. ഈ ഒരു അവസരത്തില് ദിവ്യ വേണമല്ലോ ഇവിടെ. അതാ ദിവ്യ വാ. വാവേ, ചക്കര വാവ. അച്ഛമ്മയെ പോലെ തന്നെ ഉണ്ട്. അച്ഛമ്മയുടെ കച്ചറ സ്വഭാവം മാത്രം കൊച്ചിന് കിട്ടാതിരുന്ന മതി. എന്താ ഇതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നത്? ഏയ് യൂസ്ലെസ്, സ്റ്റോപ്പ് ഇറ്റ്. നീ നിന്റെ ജോലി ചെയ്, തല തുടക്കേ. അതോ ഞാനിപ്പോ പോലീസിനെ വിളിക്കണോ? അംബികേച്ചിയുടെ ഡിറ്റോയാ, അതേപോലെ വാർത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ദീപകിന്റെ ഈ കുറുക്കൻ കണ്ണുകളെ ഇവനും കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്രയും വേഗം ഞാൻ പകരം വീട്ടിയില്ലെങ്കിലേ എന്റെ പേര് അംബിക വർമ്മയെന്നല്ല. പരാജയപ്പെട്ടവരുടെ ഒരു സ്ഥിരം വാക്കായത്. നിങ്ങള് എത്രയും പെട്ടെന്ന് പോയി പേര് മാറ്റും. ദിവ്യ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ സാർ. ഫ്ലാറ്റിലെ ജീവിതമൊക്കെ എങ്ങനെയാ? സുഖാണോ? ഫ്ലാറ്റോ? ഏത് ഫ്ലാറ്റ്? അല്ല, ഇവൻ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ദിവ്യ ഏതോ ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നാ.
ഇയാൾ എന്നെ അന്വേഷിച്ചു വരാനോ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഇന്ന് വരെ വന്നിട്ടില്ല സർ. ഇതിൽ കൂടുതൽ ഇവനിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ദിവ്യ കുഞ്ഞുമായിട്ട് അകത്തേച്ചില്ല. യാമിനി, ദിവ്യ കൂട്ടിക്കൊണ്ടോ. വാ ദിവ്യ. രാജു, ആ സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാര്യം ദീപക് തെറ്റുകാരനൊക്കെ തന്നെയാ. എങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ദിവ്യ അവന്റെ കൂടെ ഒന്ന് സഹായിച്ച അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ? നീ പറഞ്ഞത് എന്തായാലും ശരിയാ. നീ വാ. ആ പദ്ധതിയൊക്കെ പാളിയല്ലേ? ആ അനന്തപിള്ളയുടെ മകളും ദീപക്കും തമ്മിലുള്ള കല്യാണം ഉടനെ നടത്താൻ തീരുമാനം എടുത്തതല്ലേ? എന്നാ ആ പ്ലാൻ അങ്ങ് വിട്ടേക്ക്. അത് നടക്കില്ല. ദീപകിന്റെ യഥാർത്ഥ ഭാര്യയെ ഞാൻ വിളിച്ചു വരുത്തിയത് ആ കല്യാണം മുടക്കാനാ. കുടുംബ ചുമതല ഏറ്റെടുത്തതാണോ അതോ വല്ല പണിഷ്മെന്റും ആണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നിങ്ങൾക്കിട്ട് ആരോ പണി തന്നതാ. ആ, ഞാൻ അങ്ങനെയാ. പലർക്കിട്ടും പണി കൊടുക്കും. പല പ്രാവശ്യം പണി കൊടുക്കുമ്പോ ഒരു പ്രാവശ്യം തിരിച്ച് കിട്ടുകയും ചെയ്യും. നീ നിന്റെ കാര്യം നോക്കടേ. എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല. എന്തൊരു ജന്മാ നിങ്ങളുടേത്. അതെങ്ങനെ? ജനിപ്പിച്ച അമ്മ ചൊവ്വായല്ലേ മകനും ചൊവ്വാവൂ. ആ അമ്മയാ നിങ്ങൾ എങ്ങനെ വഷളാക്കുന്നത്. എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയുന്നില്ല ഞാൻ. ഒരു ദേവിയാ എന്റെ അമ്മ. അല്ല, നിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? കെട്ടിയെടുത്തേനെ കാര്യമുണ്ട്. എന്ത് കാര്യം? അതാ ചോദിച്ച. നിങ്ങളൊരു പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നത് കേട്ടു. പുതിയ കല്യാണോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ, ഞാൻ നിങ്ങളെ സ്വയംവരം ചെയ്തതാണോ? ഒരു വരവും വന്നിട്ടില്ല. ഞാൻ നിന്റെ വരനും അല്ല. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്നുള്ള എന്റെ ഏക തെളിവ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്. ഇടി ഏത് പോലീസുകാരനും ഒരു പോഴത്തരൊക്കെ പറ്റും. അങ്ങനെ എനിക്ക് പറ്റിയൊരു പോഴത്തര ഈ കുഞ്ഞ്. പിന്നെ ഞാൻ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഇതിനെ വല്ല കാലിച്ചന്തയിലും കൊണ്ടുപോയി ലേലം ചെയ്ത് വിക്കടി. ഈ നാട്ടിൽ എത്രയോ റെയിൽ പാളങ്ങളുണ്ട്. ഈ മാരണത്തിനും കൊണ്ട് ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി നിനക്കൊന്ന് ചത്തൂടേടി.